ഏതായാലും കേരള പോലീസിന്റെ ഒരു അന്വേഷണ മികവിന് ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. ACP TK രത്നകുമാറിന്റെയും SI രമേശൻ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത്. വലിയ അഭിനന്ദനം പോലീസിന് ഈ കേസിന് ലഭിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്നെ ഉൾപ്പെടുത്തിയത് എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന രത്നകുമാർ DYSP സാറാണ്. ഈ കേസ് ഏറ്റെടുക്കപ്പോൾ തന്നെ അദ്ദേഹത്തിനും സംഘത്തിനും ഒട്ടാകെ തന്നെ അതിയായ ഒരു ആശങ്കയുണ്ടായിരുന്നു. പൊതുവേ ഇത് കള്ളക്കേസാണെന്ന് ഒരു പ്രചരണം ഓൾറെഡി നിലവിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സംശയത്തോടെയാണ് ഈ കേസിനെ കണ്ടത്. അതുപോലെ തന്നെ കേസ് ആ ആശങ്കയോടെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ FIS മുതൽ തന്നെ അവിടെ തെളിവുകളും സത്യങ്ങളും പ്രത്യക്ഷമായി കണ്ടു. അതൊന്നും കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ ഏതോ കാരണം കൊണ്ട് ആദ്യഘട്ടത്തിൽ വഴിതിരിഞ്ഞ് എവിടെയൊക്കെയോ എത്തിയ ഈ കേസ് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. നമ്മൾ കൂടുതലായൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി ഉള്ള എവിഡൻസ് തന്നെ വെച്ചത്, അത് കൊറോബറേറ്റിംഗ് ആയ എവിഡൻസ് നമ്മൾ ആ കുട്ടി പറഞ്ഞ സംഭവസ്ഥല മുറി ബാത്റൂമിൽ പിന്നെ കുട്ടിയുടെ മൊഴിയുണ്ട്. ഒരു വേള രക്തം വന്നിരുന്നു, ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ടാപ്പിൽ നിന്നാണ് കഴുകിയതെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഒരു ശ്രമം നടത്തി നോക്കി. ടാപ്പിൻ്റെ അടിയിൽ ടൈൽസ് പൊട്ടിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തി. ഫോറൻസിക് വിദഗ്ധർ അത് പരിശോധിച്ചു. ഒരു ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ഹ്യൂമൻ ബ്ലഡ് ഉണ്ട് എന്ന് കിട്ടി. പക്ഷേ വേണ്ടത്ര അളവില്ലാത്തതുകൊണ്ട് അത് DNA ടെസ്റ്റിനോ മറ്റുള്ള ശാസ്ത്രീയ ടെസ്റ്റിനോ പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എവിഡൻസ് കിട്ടില്ല. എങ്കിലും ആ മുറിയിൽ പറഞ്ഞ ടാപ്പിൻ്റെ കീഴിൽ നിന്ന് ഹ്യൂമൻ ബ്ലഡ് കിട്ടുക എന്ന് പറഞ്ഞത് കൊറോബറേറ്റിംഗ് എവിഡൻസാണ്. അത് പക്ഷേ ആ റൂമിൽ മറ്റ് തരത്തിൽ ബ്ലഡ് വരേണ്ട യാതൊരു സംഭവവും നമുക്ക് കിട്ടിയിട്ടുമില്ല. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും എല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം മുഴുവൻ ഇവരെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ശിശുദിനത്തിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഈ സുപ്രധാന വിധി എന്ന് പറയുന്നത് ബാലപീഡകർക്കുള്ള ഒരു താക്കീത് തന്നെയാണ്. വളരെ സങ്കീർണമായ കേസിൽ അന്വേഷണം നടത്തി തെളിവുകൾ കൃത്യമായി ശേഖരിച്ച് അത് കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തി ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ്റെയും അന്വേഷണ സംഘവും അഭിമാന നേട്ടമായി കാണുന്നത്. കണ്ണൂരിൽ നിന്നും M. സന്തോഷ്.